വെറും 15 ദിവസം മാത്രം മുന്നിൽ നിൽക്കെ ബിജെപിക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല. ഒന്നല്ല, 2 മണ്ഡലങ്ങളിൽ ബിജെപി പരക്കം പായുകയാണ്. അതിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി ആവശ്യമുണ്ട് എന്ന തരത്തിൽ ബിജെപിക്കായി പതിപ്പിച്ച പോസ്റ്ററുകൾ വൈറലാവുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല, വാസ്തവം തന്നെയാണ്. 2 സീറ്റുകളിൽ ബിജെപിക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ബംഗാളിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളാണിത്. ഇവിടെ ഒരു മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു എങ്കിലും സ്ഥാനാർത്ഥി മത്സരിക്കാൻ കഴിയാതെ പിന്മാറുകയായിരുന്നു. ഇതോടെ ബിജെപിക്ക് പിന്നീട് സ്ഥാനാർത്ഥികളെ കിട്ടിയതുമില്ല. 400 സീറ്റ് ലക്ഷ്യത്തിലേക്ക് പ്രയാണം നടത്തുന്ന ബിജെപിക്ക് ബംഗാളിലെ ഈ 2 മണ്ഡലങ്ങളിൽ തൃണമൂലിന്റെ സിറ്റിംഗ് സീറ്റിൽ വിജയിക്കല് ആവശ്യമാണ് എന്നല്ല, എല്ലായിടത്തും വിജയിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്തായാലും ബംഗാളിനെ അമ്പരപ്പിച്ചുകൊണ്ടും അതിശയിപ്പിച്ചുകൊണ്ടുമാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സാധിക്കാത്ത അൻസോൾ, ഡയമണ്ട് ഹാർബർ മണ്ഡലങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ ആവശ്യമുണ്ട് എന്ന പോസ്റ്ററാണ് പതിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് 2 മണ്ഡലങ്ങളും. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും മമതാ ബാനർജിയുടെ മരുമകനുമായ അഭിഷേക് ബാനർജിയാണ് ഡയമണ്ട് ഹാർബറിൽ നിന്നുള്ള നിലവിലത്തെ MP. ബോളിവുഡ് താരം ശത്രുഘ്നൻ സിൻഹയാണ് അൻസോൾ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഭോജ്പൂരി ഗായകൻ പവൻ സിംഗിനെയായിരുന്നു ബിജെപി അൻസോൾ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. എന്നാൽ ബംഗാളി സ്ത്രീകൾക്കെതിരായ മുൻകാല അധിക്ഷേപങ്ങളുടെ പേരിൽ മത്സരത്തിൽ നിന്ന് പവൻ പിന്മാറേണ്ടി വന്നു എന്നുള്ളതാണ്. പവന്റെ പിന്മാറ്റത്തോടെ ബിജെപിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെയായി എന്ന് തൃണമൂൽ നേതാവ് റിജു ദത്ത പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ ബിജെപി നേതാവ് സുവേന്ദു അധികാരിയെ തൃണമൂൽ വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ്. 2 മണ്ഡലങ്ങളിലും തൃണമൂലിനായി സിറ്റിംഗ് MPമാരാണ് വീണ്ടും മത്സരിക്കുന്നത്. 7 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്ന ബംഗാളിൽ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 19-നാണ്.